ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ വീശിയടിച്ച യുവത്വത്തിന്റെ പ്രക്ഷോഭക്കാറ്റ് ഒടുവിൽ കേന്ദ്ര ഭരണകൂടത്തിന് വഴിമാറേണ്ടി വന്നിരിക്കുന്നു. 2014 മുതൽ തുടർച്ചയായി മൂന്നാം തവണയും രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ അതിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിക്ക് ഇത്തരത്തിൽ രാജിവെച്ച് പടിയിറങ്ങേണ്ടി വരുന്നത്. അതായത് 35 ദിവസത്തോളം നീണ്ടുനിന്ന CJP, അതായത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ശക്തമായ പ്രക്ഷോഭത്തിന് മുന്നിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജി സമർപ്പിക്കുമ്പോൾ അത് കേവലം ഒരു രാജിയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. മറിച്ച് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാത്ത രാഷ്ട്രീയ ചരിത്രമുള്ള BJP എന്ന സർക്കാരിന്റെ രാജ്യത്തെ കുട്ടികൾക്ക് മുന്നിൽ നടത്തിയ നയപരമായ ഒരു കീഴടങ്ങലാണിത്. പ്രഹ്ലാദ് ജോഷിയെ പുതിയ വിദ്യാഭ്യാസ മന്ത്രിയെ പ്രഖ്യാപിക്കുമ്പോഴും ഈ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. പ്രധാനമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തിയ ഒരു 6 കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ RSS നൽകിയ കൃത്യമായ സന്ദേശമാണ്. അതായത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ ഘടകം, ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് കൊടുക്കുന്നത് RSSന്റെ ഇടപെടലാണ്. അതായത് ജന്തർ മന്ദിലെ സമരത്തെ കുറിച്ച് RSS മേധാവി മോഹൻ ഭഗവത് നടത്തിയ പരാമർശം വന്ന് മണിക്കൂറുകൾക്കകം ആണ് രാജിയിലേക്ക് നയിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായത്. അതായത് ഡൽഹിയിലെ അംബേദ്കർ ഇന്റർനാഷണൽ സെന്ററിലെ ആധുനിക മാതൃത്വം എന്ന വിഷയത്തിൽ അദ്ദേഹം സംസാരിക്കവേ രാജ്യത്തെ പുതിയ തലമുറ ആയ ജൻസിയുടെ യുക്തിസഹമായ ചിന്തകളെയും ചോദ്യം ചെയ്യാനുള്ള പ്രവണതകളെയും കേൾക്കാൻ സമൂഹവും കുടുംബാംഗങ്ങളും തയ്യാറാകണമെന്നാണ് മിസ്റ്റർ മോഹൻ ഭാഗവത് ഓർമ്മിപ്പിച്ചത്. അപ്പൊ പഴയ രീതികൾ മാറ്റി പുതിയ തലമുറയുമായി സമവായത്തിലെത്തണമെന്ന ഈ സന്ദേശം സർക്കാരിനുള്ള കൃത്യമായ ഒരു നിർദ്ദേശമായിരുന്നു. നമ്മൾ മുന്നത്തെ സമരങ്ങൾ എടുത്തു നോക്കിയാൽ, അതായത് കർഷക സമരത്തിലോ മറ്റ് രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിലോ നിലപാടുകളിൽ ഉറച്ചു നിന്ന BJPയും സംഘപരിവാർ നേതൃത്വവും വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും കാര്യത്തിൽ തങ്ങളുടെ സമീപനം മാറ്റണമെന്ന് ഇതോടെ തിരിച്ചറിഞ്ഞു. അതിന് പ്രധാനമായിട്ട് കാരണങ്ങളുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഈ ജൻസി രാഷ്ട്രീയം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട അന്തിമ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകൾ പ്രകാരം 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെ രജിസ്റ്റർ ചെയ്ത വോട്ടർമാരുടെ എണ്ണം 97.97 കോടി ആയിരുന്നു. ഇതിൽ 21 കോടിക്ക് മുകളിൽ വരുന്ന യുവ വോട്ടർമാരാണ് രാജ്യത്തുണ്ടെന്ന് കണക്കുകൾ പറയുന്നു. അപ്പോൾ 18 മുതൽ 29 വയസ്സ് വരെയുള്ള ആകെ യുവ വോട്ടർമാരിൽ ഏകദേശം 14.20 കോടി പേർ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം രേഖപ്പെടുത്തി. മറ്റൊരു കണക്കുണ്ട്. അതായത് രാജ്യത്ത് ഓരോ വർഷവും ഏകദേശം 2.15 കോടി മുതൽ 2.30 കോടി വരെ കുട്ടികൾ 18 വയസ്സ് പൂർത്തിയാക്കുന്ന പ്രായത്തിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 2024 മെയ് മുതൽ 2029 മെയ് വരെയുള്ള 5 വർഷത്തെ കാലയളവ് എടുത്ത് നമ്മൾ നോക്കുമ്പോൾ 18 വയസ്സ് പൂർത്തിയാക്കുന്ന പൗരന്മാരുടെ എണ്ണം 10 മുതൽ 11 കോടിയോളം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 2024 2029 ഇടയിൽ ഏകദേശം 9.20 കോടി മുതൽ 10 കോടി വരെ പുതിയ യുവ വോട്ടർമാർ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്യപ്പെടും എന്നാണ് വിലയിരുത്തൽ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 2029 ആകുമ്പോഴേക്കോ 18നും 29നും ഇടയിൽ പ്രായമുള്ള യുവ വോട്ടർമാരുടെ എണ്ണം 22.50 കോടി മുതൽ 23.50 കോടി വരെ ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് നിലവിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഭരണത്തിലുള്ള പാർട്ടികൾക്കും വെല്ലുവിളികളും അതുപോലെ അവസരങ്ങളും ഒരുപോലെ നൽകുന്നുണ്ട് എന്നതാണ് നിലവിലെ സ്ഥിതി. രണ്ടാമത്തെ കാര്യം, അതായത് ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ വലിയ ഭീഷണി. അതായത് രണ്ടാമത്തത് ഈ സമരത്തിന്റെ ഈ പ്രധാന രാജിവെക്കാൻ കാരണമായിട്ട് നമ്മൾ കണക്കാക്കിയ അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന കാരണങ്ങളെ എന്താണെന്ന് വെച്ചാൽ ഇന്റലിജൻസ് ഏജൻസികൾ കേന്ദ്രത്തിന് നൽകിയ മുന്നറിയിപ്പുകളാണ്. അതായത് തുടക്കത്തിൽ സമരം ഒരു സാധാരണ നിലയിലായിരുന്നെങ്കിലും വിദ്യാർത്ഥികളുടെ പാർലമെന്റ് മാർച്ച് കൈകാര്യം ചെയ്യുന്നതിൽ ഡൽഹി പോലീസിന് വലിയ വീഴ്ച പറ്റി.
ഇതിന് പിന്നാലെ സമരം രാജ്യ ശ്രദ്ധ നേടി. എന്നാൽ ഇതിനു പിന്നാലെ സമരത്തിലേക്ക് ക്രിമിനലുകളും രാജവിരുദ്ധ ശക്തികളും നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു. മുൻപുണ്ടായ സമരങ്ങൾ എടുത്തു നോക്കിയ ഷഹീൻബാഗ്, കർഷക പ്രക്ഷോഭങ്ങൾ എന്നിവയിൽ ഉണ്ടായതുപോലെ വിഘടനവാദികൾ വിദ്യാർത്ഥികളുടെ സമരത്തെ മറയാക്കി മാറ്റി സർക്കാരിനെതിരെ വലിയൊരു ജനവികാരമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തു. അപ്പൊ സമരഭൂമിയിൽ ഏകദേശം 2500ഓളം സ്ഥിരം ക്രിമിനലുകളെ തിരിച്ചറിയാൻ ഡൽഹി ഫേഷ്യൽ റെക്കഗ്നിഷൻ സംവിധാനങ്ങൾ വരെ വിന്യസിച്ചു. അപ്പൊ സമരം അക്രമാസക്തമാകാനും കൈവിട്ടു പോകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടാണ് കേന്ദ്രം വേഗത്തിൽ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായത്. അടുത്ത കാര്യം എന്ന് വെച്ചാൽ യുവാക്കൾ എന്ന നിർണായക വോട്ട് ബാങ്കാണ്. അതായത് ഏറ്റവും പ്രധാനമായ കാരണം വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ യുവാക്കൾ നിർണയിക്കുന്ന വോട്ട് ബാങ്കാണ്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പരമ്പരാഗത പാർട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു പ്രായം കുറഞ്ഞ സംഘടന സംവിധാനമുള്ള പാർട്ടിയാണ് BJP. RSSന്റെ പിൻബലമുണ്ട്. 100 വർഷത്തെ RSS പാരമ്പര്യം ഉണ്ടെങ്കിൽ കൂടും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ BJPക്ക് ഈ കോൺഗ്രസുമായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറഞ്ഞ ഒരു കാലയളവ് മാത്രമേ ഉള്ളൂ. അപ്പൊ 2014 നരേന്ദ്രമോദി ഗുജറാത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തുമ്പോൾ പാർട്ടിയുടെ ഏറ്റവും വലിയ ഊർജം പുതുതലമുറയുടെ പിന്തുണയായിരുന്നു. അതായത് ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ നീറ്റ് പരീക്ഷ തട്ടിപ്പുകളും ചോദ്യപേപ്പർ ചോർച്ചയും മൂലമുണ്ടായ സമാനമായ പ്രക്ഷോഭങ്ങൾ പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കിയിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ തള്ളിക്കളയുന്നത് വരാനിരിക്കുന്ന സംസ്ഥാന പൊതു തിരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടിയാകുമെന്ന് BJP നേതൃത്വം തിരിച്ചറിഞ്ഞു. ഇതിന്റെ ഭാഗമാണ് മുൻപെങ്ങുമില്ലാത്ത വിധം മോഡി സോഷ്യൽ മീഡിയയിൽ സജീവമായത്. പ്രധാനമന്ത്രി പതിവ് രീതികൾ വിട്ട് യുവാക്കൾ ഇൻസ്റ്റാഗ്രാമിൽ സജീവമാകുന്ന സമയം നോക്കി ആദ്യമായി ഒരു സെൽഫി ക്യാമറ വീഡിയോയിലൂടെ രാജ്യത്തെ യുവാക്കളെ അഭിസംബോധന ചെയ്തത്. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അയൽ രാജ്യങ്ങളുടെ ജൻസി വിപ്ലവങ്ങളും അതിൽ കേന്ദ്രത്തിന്റെ ഒരു ആശങ്കമാണ്. അതായത് അയൽ രാജ്യങ്ങളിലെ സംഭവ വികാസങ്ങൾ തന്ന പാഠകങ്ങളാണ്. അതായത് ബംഗ്ലാദേശിലും നേപ്പാളിലും അടുത്ത കാലത്ത് ഭരണകൂടങ്ങളെ പോലും താഴെ ഇറക്കിയത് ജൻസി അഥവാ ചെറുപ്പക്കാരുടെ ഒരു പ്രക്ഷോഭങ്ങളായിരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ സോഷ്യൽ മീഡിയ വഴിയാണ് ഇത്തരം ഡിജിറ്റൽ വിപ്ലവങ്ങൾ ശക്തി പ്രാപിക്കുന്നത്. അപ്പൊ നേപ്പാളിലെ കലാപത്തിന് പിന്നിലെ ലഡാക്കിൽ ഉയർന്ന പ്രക്ഷോഭങ്ങളെ തുടക്കത്തിൽ അടിച്ചമർത്താനാണ് കേന്ദ്രം ശ്രമിച്ചതെങ്കിലും തലസ്ഥാന നഗരിയിൽ അത് തിരിച്ചടിയാകുമെന്ന് കേന്ദ്രം മനസ്സിലാക്കി. ഇതിന്റെ ഭാഗമായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ നിയന്ത്രിക്കാനും കേന്ദ്രം നീക്കങ്ങൾ നടത്തി. ഉദാഹരണത്തിന് നീറ്റ് പരീക്ഷ വീണ്ടും നടത്തുന്ന ഘട്ടത്തിൽ മുൻകരുതലായി ടെലഗ്രാം ആപ്പിന് വിലക്ക് ഏർപ്പെടുത്തിയതും വാട്സപ്പിന്റെ പുതിയ ഫീച്ചർ തടയാൻ ശ്രമിച്ചതും ഇതിന്റെ ഒരു തെളിവായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാവുന്നതാണ്. അപ്പൊ ഡൽഹിയിലെ ഏറ്റുമുട്ടലിൽ നിൽക്കാതെ സമവായത്തിന്റെ പാത സ്വീകരിക്കാൻ ഇതും കാരണമായിട്ടുണ്ട്. ഈ എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സമരം വിജയിപ്പിച്ച CJP അതായത് കോക്രോച്ച് ജനതാ പാർട്ടി ഇനി എന്ത് ചെയ്യും എന്നതാണ്. ഈ വിദ്യാർത്ഥി മുന്നേറ്റം രാഷ്ട്രീയ പാർട്ടിയായി മാറി തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമോ അതോ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തുന്ന ഒരു സമ്മർദ്ദ ഗ്രൂപ്പായി തുടരുമോ? അതായത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നോക്കിയാലായിട്ട് കാണാനായിട്ട് ഡൽഹിയിൽ അഴിമതിക്കെതിരെ ഉയർന്നു വന്ന അണ്ണാ ഹസാരെ പ്രസ്ഥാനത്തിന്റെ ലോക്പാൽ സമരത്തിൽ നിന്നാണ് പിന്നീട് ഡൽഹി ഭരിച്ച ആം ആദ്മി പാർട്ടി ജന്മമെടുത്തത്. അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സമാനമായ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് ഈ വിദ്യാർത്ഥി മുന്നേറ്റം വഴിവെക്കുമോ എന്ന ഭയം ഭരണകൂടത്തിനുണ്ട്. ഇതിന്റെ ഭാഗമായി ചെറുപ്പക്കാരെ ആകർഷിക്കാൻ BJPയും മാറ്റങ്ങൾക്ക് ഒരുങ്ങുകയാണ്. അപ്പോൾ മക്കളോട് ഇൻസ്റ്റാഗ്രാമിൽ സജീവമാകാനും ജനകീയ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടാനും അവരുടെ പേഴ്സണൽ അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ വാട്സപ്പിലൂടെ എല്ലാം ഓൾറെഡി നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ നോക്കുമ്പോൾ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ന്യായമായ ആവശ്യങ്ങൾക്ക് മുന്നിൽ ഒരു സർക്കാരിന് വഴങ്ങേണ്ടി വന്നത് എന്നത് ജനാധിപത്യത്തിന്റെ വലിയൊരു വിജയമാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ മാറ്റങ്ങൾ എന്തെല്ലാം തരംഗങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്.